ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്നലെ 75,000-ത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്ന് രാവിലെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 6 മണി വരെ 22,000-ത്തോളം ഭക്തർ സന്നിധാനത്തേക്ക് എത്തി. മഴ മാറിയത് തീർത്ഥാടകർക്ക് ആശ്വാസമായിട്ടുണ്ട്. ഇന്നലെ മുതൽ പുല്ലുമേട് വഴി തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നു. ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, മഴ ഒരു പ്രശ്നമല്ല, കാരണം മഴ ഉണ്ടായിട്ടും നമ്മൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 80,000-ത്തിന് മുകളിൽ ആളുകൾ വന്നുപോയി ശബരിമലയിൽ. ഇപ്പോൾ മഴ മാറിയപ്പോൾ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുകയാണോ? തീർച്ചയായും മഴ മാറുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയുണ്ട്. കാരണം മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു 80,000-ത്തിന് മുകളിൽ ഒരു 85,000, 90,000 ഒക്കെ എത്തിയൊരു സാഹചര്യമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ 3-4 ദിവസമായി അങ്ങനെ ഒരു കണക്കിലേക്ക് എത്തുന്നില്ല. 76,000 ഒക്കെ വരെ എത്തിയിട്ടുണ്ട്, പക്ഷെ 80,000 കടന്നിട്ടില്ല. എന്തായാലും നല്ല തിരക്ക് തന്നെ തുടരുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോ രാവിലെ ഉഷപൂജ കഴിഞ്ഞ് ശീവേലിക്കുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് നടക്കുകയാണ്. വൈകാതെ മേൽശാന്തിയും തന്ത്രി ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ഇവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഈ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ ഭക്തർ ഇവിടെ അല്പം കാത്തു നിൽക്കുകയാണ്. അതായത് ദർശനം അല്പസമയത്തേക്ക് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും മഴ മാറിയതുകൊണ്ട് ഈ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനമൊക്കെ തുറന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചില ഭക്തരുണ്ട്, അവരെങ്ങനെയുണ്ടായിരുന്നു ദർശനം ചോദിക്കാം. എങ്ങനെ കയറി വന്നേ? മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ മാവേലിക്കര. കുഞ്ഞിന് ചോറൂണ്? ചോറൂണ്. കുഞ്ഞ് കരയുന്നൊന്നുമില്ല? കരച്ചിട്ട് തുടങ്ങിയവൻ കുറച്ചു നേരം ആയില്ലേ അമ്മയെ കാണാതിരുന്നിട്ട്. അതെ, അമ്മയൊക്കെ താഴെയുണ്ട്. താഴെയുണ്ട്. ഇങ്ങനെ കേറി വരുമ്പോ ഇതൊരു പേടി ഉണ്ടായിരുന്നോ? ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോ കുറച്ച് പേടി ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞ് അവൻ ഇടയ്ക്ക് കിടന്ന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം. എങ്ങനെ ഉണ്ടായിട്ടാ കേറി വരുമ്പോ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നോ? കേറി വരുന്ന സമയത്ത് ഇച്ചിരി ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം വരാൻ. എന്തായാലും അതാണ് രഞ്ജിത്ത്, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഈ കുഞ്ഞിന് ചോറൂണ് കൊടുക്കൽ ഇവിടെ ഒരു പതിവ് ചടങ്ങായി മാറുകയാണ്. സാധാരണ അമ്മമാരുടെ അടുത്ത് നിന്ന് വിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ ഒരു ആദ്യത്തെ സാഹചര്യമായിരിക്കും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. അങ്ങനെയുള്ളവരുടെ വലിയ തിരക്ക് എന്നും ഇവിടെ കാണാറുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം അത് വീണ്ടും ഇന്നലെ മുതൽ തന്നെ പുനരാരംഭിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അതുവഴി വരാൻ വളരെ കാത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. ഈ കനത്ത മഴ അതല്പം തടസ്സപ്പെടുത്തിയിരുന്നു. എന്തായാലും നിലവിൽ അതും സുഗമമായി തന്നെ പോവുകയാണ്. ഇന്ന് തീർത്ഥാടകരുടെ എണ്ണം വീണ്ടും ഒരു 80,000-ത്തിന് അപ്പുറത്തേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ശബരിമലയിൽ ഭക്തജന തിരക്കുണ്ട്. മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൂടുതൽ ഭക്തരെ അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.